ഹലോ, ശിവോഹം ചിന്നു ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിലിൽ കണ്ട ദുഃഖശാന്തിക്ക് ഉത്തമമായ നവനീത ഗോപാല മന്ത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. തികച്ചും അത്ഭുത ശക്തിയുള്ള മന്ത്രം എന്നാണ് കേട്ടോ ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത്. മനസ്സിൻ്റെ അസ്വസ്ഥത, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ക്ലേശങ്ങൾ എന്നിവയെല്ലാം അകറ്റി ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് നവനീത ഗോപാല മന്ത്രം. ആദ്യമായിട്ട് ജപം തുടങ്ങാൻ ഉത്തമമായ ദിവസം ദീപാവലി ദിവസമാണെന്ന് പറയുന്നു. പക്ഷേ വ്യാഴാഴ്ച ദിവസമോ രോഹിണി നക്ഷത്രത്തിലോ പൗർണമി ദിവസമോ ജപിക്കാനും ഉത്തമമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് മന്ത്രം ജപിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. 58 തവണ വീതം ജപിക്കണം. രണ്ട് തവണ ജപിക്കണം. അതായത് രാവിലെയും വൈകുന്നേരവും ജപിക്കണം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 48 ദിവസം തുടർച്ചയായി കൃഷ്ണഭഗവാന്റെ മുൻപിൽ നെയ്വിളക്ക് കൊളുത്തി വെച്ച് ജപിച്ചാൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. അതായത് ദുഃഖങ്ങളും പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി അവിടെ വരും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി വന്നാൽ മതിയല്ലോ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ഏറ്റവും ഉത്തമമായ ദിവസം ആദ്യമായിട്ട് ജപിക്കാൻ ദീപാവലി ദിവസമാണ്. ദീപാവലി ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചധികം ദിനങ്ങൾ ബാക്കിയുണ്ട് ദീപാവലി ദിവസത്തിലേക്ക്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചയോ പൗർണമി ദിവസമോ രോഹിണി നക്ഷത്രത്തിലോ ജപം തുടങ്ങാം. 2 നേരമാണ് ജപിക്കേണ്ടത്. 58 തവണ വീതം ജപിക്കണം. ഭഗവാന്റെ മുൻപിൽ നെയ്വിളക്ക് കൊളുത്തി വേണം ജപിക്കാൻ. 48 ദിവസം തുടർച്ചയായി ജപിച്ചാൽ ഉത്തമമാണ്. ഇനി മന്ത്രം പറഞ്ഞു തരാം. ഓം ക്ലീം 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 ശ്രീം ശ്രീം ബാലായ ശ്യാമളായ ക്ലീം ഗോപപ്രിയായ നവനീത പ്രിയായ ശാശ്വതായ ക്ലീം ലോകപ്രിയായ ക്ലീം ശ്രീം ബാലഗോപാലായ ദേവവന്ദിതായ പരമാത്മനെ ക്ലീം ശ്രീം നമോ നമ. മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ക്ലീം എന്നത് കൃഷ്ണഭഗവാന്റെ ബീജാക്ഷരമാണ്. തെറ്റാതെ ഉച്ചരിക്കണം കേട്ടോ. ബീജാക്ഷരങ്ങളൊക്കെ ജപിക്കുമ്പോൾ നന്നായി കുളിച്ച് ശുദ്ധമായി വൃത്തിയോടുകൂടി ആവണം ജപം തുടങ്ങാൻ. ബീജാക്ഷരമായതുകൊണ്ട് തന്നെ അത്രയും ശക്തിയേറിയ മന്ത്രമാണ്. തീർച്ചയായിട്ടും ജപിച്ചോളൂ, ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹം ചിന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബുദ്ധിമുട്ടും പ്രയാസം ഒക്കെ ഉള്ളവർ അറിയുന്നവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ കേട്ടോ. എല്ലാവരുടെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൃഷ്ണ ഭഗവാൻ തീർത്ത് തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.